റോണ്ട ബെൻ എഴുതിയ രഹസ്യം എന്ന പുസ്തകത്തിലെ ധനത്തിലേക്കുള്ള രഹസ്യം എന്ന ഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ധനത്തിലേക്കുള്ള രഹസ്യം സമൃദ്ധിയുടെ വാതിൽ തുറക്കുമ്പോൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു വിഷയമാണ്. റോണ്ട ബെൻ എന്ന വിശ്വവിഖ്യാത എഴുത്തുകാരി രഹസ്യം ദ സീക്രട്ട് എന്ന തൻ്റെ വിഖ്യാത പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയ ആഴമേറിയ സത്യങ്ങളിലൊന്നായ ധനത്തിലേക്കുള്ള രഹസ്യം എന്നതിനെക്കുറിച്ചാണ്. സമ്പത്ത്, സമൃദ്ധി, സാമ്പത്തിക സ്വാതന്ത്ര്യം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആശങ്കകളും സംശയങ്ങളുമായിരിക്കും. അതൊക്കെ എനിക്ക് സാധിക്കുമോ? എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും നടക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ പ്രപഞ്ചം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കാനുള്ള താക്കോലാണ് ഈ രഹസ്യം. നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഈ പുസ്തകം പറയുന്നു. ആകർഷണ നിയമം. രഹസ്യം എന്ന പുസ്തകത്തിൻ്റെ കാതൽ ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ഇത് ഒരു പ്രപഞ്ച നിയമമാണ്. ഗുരുത്വാകർഷണ നിയമം പോലെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് എപ്പോഴും പ്രവർത്തിക്കുന്നു. ഈ നിയമം പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ചിന്തകൾ കാന്തം പോലെയാണ്. നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ദാരിദ്ര്യം ആകർഷിക്കും. സമ്പത്തിനെക്കുറിച്ച് ചിന്തിച്ചാൽ സമ്പത്ത് ആകർഷിക്കും. ഇത് വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിന് വലിയ ആഴമുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിന് നല്ലതോ ചീത്തയോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ നൽകുന്ന ചിന്തകളെ അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതുമായിരിക്കണം. എനിക്ക് കടം തീർക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കടത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിനു പകരം എനിക്ക് ധാരാളം പണമുണ്ട് എന്ന് ചിന്തിക്കുക. ഈ ചെറിയ വ്യത്യാസം പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. സമ്പത്തിനെക്കുറിച്ച് നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. പലർക്കും പണത്തോട് ഒരു തരം നെഗറ്റീവ് മനോഭാവമുണ്ട്. പണം എല്ലാ തിന്മകളുടെയും മൂലകാരണമാണ്. സമ്പന്നരെല്ലാം ദുഷ്ടന്മാരാണ്. പണം ഉണ്ടാക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നൊക്കെയുള്ള ചിന്തകൾ ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ വേരൂന്നിയവയാകാം. എന്നാൽ ഈ ചിന്താഗതികൾ നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തും. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങളെ മാറ്റിയെഴുതുക. പണം നല്ലതാണ്. അത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അത് സ്വാതന്ത്ര്യം നൽകും, അവസരങ്ങൾ നൽകും, സന്തോഷം നൽകും. പണം നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ തുടങ്ങുക. പണം ധാരാളം ലഭിക്കുമ്പോൾ നിങ്ങളത് എന്തു ചെയ്യുമെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കുന്നത്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ചാരിറ്റിക്ക് സംഭാവന നൽകുന്നത്, ഈ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഓരോ തവണ പണത്തെക്കുറിച്ച് മോശം ചിന്ത വരുമ്പോൾ അതിനെ ഒരു നല്ല ചിന്തയിലേക്ക് മാറ്റുക. ഉദാഹരണത്തിന്, എനിക്ക് പണമില്ല എന്ന ചിന്ത വരുമ്പോൾ എന്നിലേക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പുതിയ സന്ദേശം എത്തിക്കും. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമാക്കുക. നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടതെന്ന് കൃത്യമായി തീരുമാനിക്കുക എന്നതാണ് അടുത്ത പടി. എനിക്ക് ധാരാളം പണം വേണം എന്നത് ഒരു അവ്യക്തമായ ചിന്തയാണ്. പ്രപഞ്ചത്തിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകണം. ഒരു നിശ്ചിത തുക മനസ്സിൽ കാണുക. ഉദാഹരണത്തിന്, ഈ വർഷം എൻ്റെ വരുമാനം 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി രൂപയുണ്ട് എന്നൊക്കെ വ്യക്തമായി പറയുക. ഈ തുകയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ കൈവശം ഉള്ളതായി സങ്കല്പിക്കുക. ആ പണം ഉപയോഗിച്ച് നിങ്ങൾ എന്തു ചെയ്യും എന്ന് സങ്കല്പിക്കുക. ഒരു പുതിയ വീട് വാങ്ങുന്നത്, ഒരു കാർ വാങ്ങുന്നത്, ഒരു യാത്ര പോകുന്നത്, ഈ ഓരോ കാര്യങ്ങളും വിശദമായി മനസ്സിൽ കാണുക. നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് ഇത് അനുഭവിക്കാൻ ശ്രമിക്കുക. ആ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറുന്നത്, കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിക്കുന്നത്, യാത്രയിലെ മനോഹരമായ കാഴ്ചകൾ എല്ലാം യഥാർത്ഥമെന്ന് തോന്നും വിധം സങ്കല്പിക്കുക. ഒരു ചെക്ക് ബുക്ക് എടുത്ത് നിങ്ങൾക്ക് വേണ്ട തുക എഴുതി നിങ്ങളുടെ പേരിൽ തന്നെ ഒരു ചെക്ക് എഴുതുന്നത് ഒരു മികച്ച മാർഗമാണ്. അത് നിങ്ങളുടെ പേഴ്സിലോ ഫ്രിഡ്ജിൻ്റെ വാതിലിലോ ഒട്ടിച്ചു വയ്ക്കുക. ഓരോ തവണ കാണുമ്പോഴും ആ പണം നിങ്ങൾക്ക് ലഭിച്ചതായി സങ്കല്പിക്കുക. നന്ദി പറയുക എന്നതാണ് സമൃദ്ധിയുടെ താക്കോൽ. നന്ദി പറയുക എന്നത് ആകർഷണ നിയമത്തിലെ ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ നിലവിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുമ്പോൾ നിങ്ങൾ സമൃദ്ധിയുടെ ഒരു തരംഗമാണ് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത്. ഇത് കൂടുതൽ സമൃദ്ധിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും.
നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ തുടങ്ങുക. നിങ്ങൾക്കുള്ള വീടിന്, കഴിക്കുന്ന ഭക്ഷണത്തിന്, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നതിന്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സുഹൃത്തുക്കൾ, കുടുംബം, ഇങ്ങനെ ഓരോ കാര്യത്തിനും ദിവസവും നന്ദി രേഖപ്പെടുത്താനായിട്ട് ഒരു നോട്ട്ബുക്ക് മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും കുറഞ്ഞത് 5 കാര്യങ്ങൾക്കെങ്കിലും നന്ദി എഴുതുക. നിങ്ങൾക്ക് പണം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള പണത്തിന് നന്ദി പറയുക. ഒരു ചെറിയ തുക ലഭിച്ചാൽ പോലും അതിന് വലിയ പ്രാധാന്യം നൽകി നന്ദി പറയുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു 5 രൂപ ലഭിച്ചാൽ ഈ 5 രൂപയ്ക്ക് നന്ദി, ഇത് കൂടുതൽ പണത്തെ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന് മനസ്സിൽ പറയുക. ഇത് നിങ്ങളുടെ വൈബ്രേഷനെ മാറ്റുകയും കൂടുതൽ പണത്തെ ആകർഷിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. വെറും ചിന്ത മാത്രം പോരാ, പ്രവൃത്തിയും വിശ്വാസവും കൂടെ വേണം. ആകർഷണ നിയമം എന്നത് വെറും സ്വപ്നം കാണുന്നതിനെക്കുറിച്ചല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നതും പ്രധാനമാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും, എന്നാൽ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഒരു പുതിയ ജോലി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി അപേക്ഷിക്കുകയും അഭിമുഖങ്ങളിൽ പങ്കെടുക്കുകയും വേണം. എന്നാൽ ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക. ഒരിക്കലും സംശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ അനുവദിക്കരുത്. എനിക്ക് ഇത് ലഭിക്കുമോ, ഇതൊക്കെ വെറുതെയാണോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ പ്രാർത്ഥനകളെയും ആഗ്രഹങ്ങളെയും ദുർബലപ്പെടുത്തും. വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. പ്രപഞ്ചം നിങ്ങൾക്ക് പല വഴികളിലൂടെയും പണം എത്തിച്ചു തരും. അത് ഒരു പുതിയ ജോലി ഓഫറാകാം, ഒരു അപ്രതീക്ഷിത സമ്മാനമാകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് അവസരമാകാം. ഈ സൂചനകൾ തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറായിരിക്കണം. സമൃദ്ധിയുടെ ഒഴുക്ക് നിലനിർത്തുക. പണം ഒരു ഊർജമാണ്. അത് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം. നിങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒഴുക്ക് നിലനിൽക്കുന്നത്. മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിൽ സമൃദ്ധി സൃഷ്ടിക്കുകയാണ്. നിങ്ങൾക്ക് ധാരാളം പണം ലഭിക്കുമ്പോൾ അതിൽ ഒരു ഭാഗം മറ്റുള്ളവർക്ക് നൽകുക. ചാരിറ്റി സംഭാവന നൽകുക, പാവപ്പെട്ടവരെ സഹായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്ദി പറയാനുള്ളവർക്ക് സമ്മാനങ്ങൾ നൽകുക. നിങ്ങൾ നൽകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തിരികെ ലഭിക്കുമെന്ന് വിശ്വസിക്കുക. ഇത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. നൽകുന്നത് സ്വീകരിക്കുന്നതിന് തുല്യമാണ് എന്ന് രഹസ്യം പറയുന്നു. നിങ്ങൾ ആവശ്യമുള്ളവർക്ക് നൽകുമ്പോൾ നിങ്ങൾ സമൃദ്ധിയുടെ ഒരു തരംഗം സൃഷ്ടിക്കുകയും അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരികയും ചെയ്യും. ഈ ഒഴുക്ക് നിലനിർത്തുക എന്നതാണ് പ്രധാനം. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന പണത്തെ ബഹുമാനിക്കുക. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ പണത്തെക്കുറിച്ച് നല്ല വികാരങ്ങൾ പുലർത്തുക. ധനത്തിലേക്കുള്ള രഹസ്യം എന്നത് ഒരു മാന്ത്രിക വിദ്യയല്ല. അത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തികളെയും നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമാണ്. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന പ്രക്രിയയാണ്. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക, നന്ദിയുള്ളവനായിരിക്കുക, വ്യക്തമായ ലക്ഷ്യങ്ങൾ വയ്ക്കുക, വിശ്വാസത്തോടെ പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നൽകുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കായി സമൃദ്ധിയുടെ വാതിലുകൾ തുറന്നുതരും. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇന്നു തന്നെ ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുക. വിജയം നിങ്ങളുടേതാണ്. താങ്ക് യു.